ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് പുതിയൊരു പാഠം പഠിച്ചാലോ? മനുവിന്റെ വികൃതി. കൂട്ടുകാര് വീട്ടിൽ വികൃതി കാണിക്കാറുണ്ടോ? വികൃതി കാണിക്കുമ്പോൾ അമ്മമാരുടെ കയ്യിൽ നിന്ന് നല്ല തല്ലും കിട്ടാറുണ്ടല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നതും മനുവിന്റെ വികൃതി എന്ന് പറയുന്ന പാഠഭാഗത്തിലെ കുറച്ച് കണക്കുകളാണ്. അപ്പൊ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. അതിനു മുൻപ് കൂട്ടുകാർ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക. നോക്കൂ കൂട്ടുകാരെ, ഈ ചിത്രത്തിൽ കൂട്ടുകാർ എന്തെല്ലാമാണ് കാണുന്നത്? മനോഹരമായ ഒരു വീടുണ്ടല്ലേ? അതിനു ചുറ്റും ഒത്തിരി പ്രതിഭാസങ്ങളുണ്ട്. എന്തൊക്കെയാണവ? ഉദിച്ചുയരുന്ന സൂര്യൻ, ഒത്തിരി മരങ്ങൾ, പക്ഷികൾ, മുറ്റത്ത് കൊത്തിപ്പറക്കുന്ന കോഴിക്കുഞ്ഞുങ്ങൾ, പൂക്കൾ, ആടുകൾ, മുറ്റത്തോടിക്കളിക്കുന്ന കുട്ടികൾ, ഇങ്ങനെ ഒത്തിരി ഒത്തിരി. എത്ര കൂട്ടങ്ങൾ! നമുക്കിവിടെ നിന്ന് കണ്ടെത്താനുള്ളത് എത്ര കൂട്ടങ്ങളാണെന്നാണ്. ഇവിടെ എത്ര കൂട്ടങ്ങളാണുള്ളത് കൂട്ടുകാരെ? കൂട്ടുകാരി പറഞ്ഞോളൂ. പക്ഷികളുടെ കൂട്ടമുണ്ടല്ലേ? പിന്നെയോ കോഴിക്കുഞ്ഞുങ്ങളുടെ കൂട്ടമുണ്ട്. പിന്നെയോ പൂക്കളുടെ കൂട്ടമുണ്ട്. ഇനി ആടുകളുടെ കൂട്ടവുമുണ്ട്. നമ്മൾ കൂട്ടങ്ങളെ കണ്ടുപിടിച്ചു. എത്ര കൂട്ടങ്ങളാണ്? 4 കൂട്ടങ്ങളുണ്ടല്ലേ? കൂട്ടുകാർക്കെല്ലാം കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? ഇഷ്ടമാണല്ലേ? നമുക്കൊരു കഥ കേട്ടാലോ? മനോഹരമായ ഒരു കഥയാണ് കേട്ടോ. നമുക്ക് കഥ കേൾക്കാം. മനുവിന്റെ വീടിന്റെ മുറ്റത്ത് നിന്ന തേന്മാവിലാണ് 2 കുരുവികൾ കൂട് കെട്ടിയത്. നോക്കൂ, 2 കുരുവികൾ കൂട് കെട്ടി. ഒരു നല്ല കൂട്, ചന്തമുള്ള കൂട്. കുരുവി മുട്ടയിട്ടു. 1, 2, 3. 3 മുട്ടകൾ. 3ഉം വിരിഞ്ഞു. 3 കുഞ്ഞിക്കുരുവികൾ. ദേ കുഞ്ഞിക്കുരുവികൾക്ക് വിശക്കുന്നുണ്ട്. ദേ അമ്മ വന്നു. ഹായ്, 4 നെൽക്കതിരുകൾ. കുഞ്ഞിക്കിളികൾ പറയാണ്, 4 നെൽക്കതിരുകൾ. പെട്ടെന്നാണ് കുഞ്ഞിക്കുരുവികൾ ആ കാഴ്ച കണ്ടത്. അമ്മേ നോക്കൂ, ദേ താഴെ 5 പേർ. നോക്കൂ, തേന്മാവിന്റെ മുറ്റത്ത് കളിക്കാൻ വന്ന കുട്ടികളാണവർ. ആരൊക്കെയാണെന്നോ? നമ്മുടെ വികൃതിക്കാരനായ മനുവും മനുവിന്റെ കൂട്ടുകാരും. ഉടനെ മനു വിളിച്ചു പറയുകയാണ്, എനിക്ക് 2 കിളിക്കുഞ്ഞുങ്ങളെ വേണം. പെട്ടെന്ന് തന്നെ മനു മാവിലേക്ക് കയറാൻ തുടങ്ങി. അമ്മേ, പേടിയാകുന്നു. കുഞ്ഞിക്കിളികൾ കരയാൻ തുടങ്ങി. മനു, ഒരെണ്ണം എനിക്ക്. തൊട്ടടുത്ത് നിന്ന് ഒരു കൂട്ടുകാരൻ പറയാണ്, മനു ഒരെണ്ണം എനിക്ക് തരണേ. ഉടനെ നമ്മുടെ അമ്മക്കിളി എന്ത് ചെയ്തെന്നറിഞ്ഞോ കൂട്ടുകാരെ? കൊമ്പിൽ നിന്ന് പറന്നു വന്ന് നമ്മുടെ മനുവിനിട്ടൊരു കൊത്തു കൊടുത്തു. നിന്നെ ഞാൻ അയ്യോ പൊത്തോ. നമ്മുടെ മനു പൊത്തൂന്ന് പറഞ്ഞ് താഴേക്ക് വീണു. ഹാവൂ, രക്ഷപ്പെട്ടു. അമ്മക്കിളിക്ക് സമാധാനമായി. എങ്ങനെയുണ്ട് കൂട്ടുകാരെ? കഥ ഇഷ്ടമായോ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒരു രസികൻ പാട്ടാണ്. അപ്പൊ കൂട്ടുകാര് കൂടെ പാടുമോ? ആനയ്ക്ക് തുമ്പിക്കൈ ഒന്നാണേ, ഒന്നേ ഒന്നേ ഒന്ന്. കാളയ്ക്ക് കൊമ്പുകൾ 2 രണ്ടേ 2. തേങ്ങയ്ക്ക് കണ്ണുകൾ 3 3. പൂച്ചയ്ക്ക് കാലുകൾ 4 4. ഒരു കൈവിരലുകൾ 5 5. എങ്ങനെയുണ്ട് കൂട്ടുകാരെ? നമ്മൾ 1 മുതൽ 5 വരെ പാട്ടിലൂടെ പഠിച്ചു അല്ലേ? അപ്പൊ നോക്കൂ, നമുക്ക് പൂന്തോട്ടത്തിലേക്ക് പോയിട്ട് അവിടെ വെച്ച് നമുക്ക് എണ്ണി പഠിച്ചാലോ? അവിടെ ഒത്തിരി പൂക്കളുണ്ട്.
നമ്മുടെ പൂന്തോട്ടത്തില് ഒരു പൂക്കൾക്കും നിറമില്ല കൂട്ടുകാരെ. കൂട്ടുകാര് വേഗം തന്നെ കളർ ബോക്സ് എടുത്തോളൂ, നമുക്ക് നിറം കൊടുക്കാം. നിറം കൊടുക്കാൻ വരട്ടെ. എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നോ? ഒരേ എണ്ണം പൂക്കളുള്ളവ ഏതൊക്കെ, അവയ്ക്ക് ഒരേ നിറം കൊടുക്കുക. നമ്മുടെ പൂന്തോട്ടത്തില് ഒത്തിരി ചെടികളുണ്ടല്ലേ? ഒരു പൂവ് മാത്രമുള്ള ചെടികളുണ്ട്, 2 പൂക്കൾ മാത്രമുള്ളവയും ഉണ്ട്, 5 പൂക്കളുള്ളവയും ഇക്കൂട്ടത്തിലുണ്ട്. അപ്പൊ നമ്മള് ഒരേ എണ്ണമുള്ള പൂക്കൾക്ക് ഒരേ നിറം കൊടുക്കണം. ഇവിടെ നോക്കൂ, ഒരു പൂവുള്ളത്, അതിന് നമുക്ക് മഞ്ഞ നിറം കൊടുത്താലോ? നല്ല ഭംഗിയുണ്ടല്ലേ? ഇനി 2 എണ്ണമുള്ള ചെടി എവിടെയാണ്? നമുക്ക് നീല കളർ കൊടുക്കാം. ഇനി 3 എണ്ണമുള്ളതോ? അവയ്ക്ക് നമുക്ക് വെള്ള കളർ കൊടുക്കാം. ഇനി 4 എണ്ണമുള്ളവയുണ്ട്, അവയ്ക്കോ നമുക്ക് ചുവന്ന നിറം കൊടുക്കാം. ഇനി 5 പൂക്കളുള്ളവയുമുണ്ട്, അവയ്ക്ക് നമുക്ക് വയലറ്റ് നിറം കൊടുക്കാം. എങ്ങനെയുണ്ട് കൂട്ടുകാരെ? കൂട്ടുകാരുടെ പൂന്തോട്ടം നല്ല ഭംഗിയായല്ലേ? കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള നിറം കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ കളർ കൊടുത്തതുപോലെ എണ്ണി നോക്കൂ. പൂക്കളുടെ എണ്ണം പറയണം. 1, 2, 3, 4, 5. അപ്പൊ നമ്മൾ 1 മുതൽ 5 വരെ പാട്ടിലൂടെ പൂന്തോട്ടത്തിൽ നടന്ന് എണ്ണി പഠിച്ചു. കൂട്ടുകാരെ, നമ്മുടെ പൂന്തോട്ടത്തിലൂടെ നമ്മൾ പാട്ടൊക്കെ പാടി നടന്നില്ലേ? അപ്പൊ നമ്മൾ അവിടെ കുറെ കൂട്ടുകാരെ കണ്ടില്ലേ? പൂന്തോട്ടത്തിലെ കൂട്ടുകാർ ആരൊക്കെയാണ് കണ്ടത്? അവയുടെ എണ്ണത്തിനനുസരിച്ച് നമുക്കിവിടെ കാണുന്നത് പോലെ പൊട്ടുവരയ്ക്കാമോ? നോക്കൂ, നമ്മുടെ പൂന്തോട്ടത്തിൽ നമ്മൾ കണ്ടു ചിത്രശലഭങ്ങളല്ലേ? 2 എണ്ണമാണുള്ളത്, 2 പൊട്ട് വരച്ചു. നമ്മുടെ പുൽച്ചാടിയെ കണ്ടില്ലേ? പുൽച്ചാടി എത്ര എണ്ണമാണ്? 1 ആണ്, 1 പൊട്ട് വരച്ചു. കൂട്ടുകാര് വരച്ചോ? ഇനി നോക്കൂ, തത്തമ്മ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണമുണ്ട്. അപ്പൊ എത്ര പൊട്ട് വരയ്ക്കും? 3 പൊട്ടുകൾ വരയ്ക്കും. കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള നിറത്തില് പൊട്ട് വരയ്ക്കാം കേട്ടോ. ഇനിയോ, പട്ടിക്കുട്ടികൾ എത്ര എണ്ണം ഉണ്ടായിരുന്നു? 5 എണ്ണമുണ്ട്. കൂട്ടുകാർ എണ്ണി നോക്കൂ, 5 എണ്ണമില്ലേ? അതെ, 5 പൊട്ടുകൾ വരച്ചോളൂ. ഇനി നമ്മുടെ പൂച്ചക്കുഞ്ഞുങ്ങൾ എത്ര എണ്ണം ഉണ്ടായിരുന്നു? 4 എണ്ണമുണ്ട്. എണ്ണി നോക്കി കൂട്ടുകാർ 4 പൊട്ട് വരയ്ക്കൂ. ഇനി നമുക്കൊരു മനോഹരമായിട്ടുള്ള പാട്ട് പഠിക്കാം. നമ്മുടെ പൂന്തോട്ടത്തെ കുറിച്ച് തന്നെ കേട്ടോ. എത്ര എത്ര പൂക്കൾ, നീലപ്പൂവൊന്ന്, ശംഖുപുഷ്പം നീല. എത്ര എത്ര പൂക്കൾ, എത്ര എത്ര പൂക്കൾ, റോസാപ്പൂവ് 2, റോസാപ്പൂവ് റോസ്. എത്ര എത്ര പൂക്കൾ, മഞ്ഞപ്പൂക്കൾ 3, കമ്മൽ പൂവ് മഞ്ഞ. എത്ര എത്ര പൂക്കൾ, എത്ര എത്ര പൂക്കൾ, ചെമ്പരത്തി 4, ചെമ്പരത്തി ചുവപ്പ്. എത്ര എത്ര പൂക്കൾ, എത്ര എത്ര പൂക്കൾ, വെള്ളപ്പൂക്കൾ 5, മുല്ലപ്പൂവ് വെള്ള. എത്ര എത്ര പൂക്കൾ, എത്ര എത്ര പൂക്കൾ. പാട്ടിഷ്ടമായോ കൂട്ടുകാരെ? ഇഷ്ടമായല്ലേ? നമ്മളിവിടെ എന്തൊക്കെയാണ് പഠിച്ചത്? 5 പൂക്കളെ പഠിച്ചു, അവയുടെ നിറങ്ങൾ പഠിച്ചു അല്ലേ? അപ്പൊ നോക്കൂ കൂട്ടുകാരെ, നമുക്ക് പൂക്കളിലൂടെ എണ്ണാനും അവയുടെ നിറവും പഠിച്ചാലോ? ഒന്നാമത്തെ പൂവേതാണ്? ശംഖുപുഷ്പമാണല്ലേ? അത് എത്ര എണ്ണമാണുള്ളത്? 1 ആണ്. അതിന്റെ നിറമോ നീലയാണ്. 2 എണ്ണമുള്ള പൂവേതാണ്? റോസാപ്പൂവാണല്ലേ? റോസാപ്പൂവിന്റെ നിറം എന്താണ്? റോസ് കളറാണ്. ഇനി 3 എണ്ണമുള്ള പൂവേതാണ്? കമ്മൽപ്പൂവ്. കമ്മൽപ്പൂവിന്റെ നിറം എന്താണെന്ന് പറയൂ കൂട്ടുകാരെ? മഞ്ഞ നിറമാണല്ലേ? ഇനി 4 എണ്ണമുള്ള പൂവോ?
ചെമ്പരത്തിപ്പൂവാണ്. ചിത്രത്തിൽ 4 തന്നെയല്ലേ? കൂട്ടുകാരെണ്ണി നോക്കൂ. ചെമ്പരത്തിപ്പൂവിന്റെ നിറം എന്താണ്? ചുവപ്പാണ്. ചുവപ്പെന്ന് പറഞ്ഞാൽ ചുമപ്പ്. ഇനി 5 പൂവുള്ളതോ? മുല്ലപ്പൂവാണ്. മുല്ലപ്പൂവിന്റെ നിറം എന്താണെന്ന് കൂട്ടുകാർക്കറിയാമല്ലോ. എന്താണ്? വെള്ള നിറമാണല്ലേ? അതെ. അപ്പൊ നമ്മൾ 5 പൂക്കളുടെ പേരും അവയുടെ നിറങ്ങളും അവ എണ്ണാനും പഠിച്ചു. ഇവിടെ നോക്കൂ കൂട്ടുകാരെ, നമ്മുടെ മനുവിന്റെ വീട്ടിന്റെ മുറ്റത്തുള്ള തേന്മാവിന് ഒത്തിരി കൂട്ടുകാരുണ്ട്. ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. തന്റെ കൂട്ടുകാർക്ക് തേന്മാവ് ഒത്തിരി മാമ്പഴം കൊടുത്തു. ആർക്കൊക്കെ എത്ര എണ്ണം വീതം കിട്ടിയെന്ന് നോക്കാം. നോക്കൂ, 2 മാമ്പഴം കിളികൾക്ക് കിട്ടി, 5 എണ്ണം കുട്ടികൾക്ക്, 3 എണ്ണം അണ്ണാന്മാർക്കും കിട്ടി, 4 എണ്ണം ഉറുമ്പുകൾക്കും 1 എണ്ണം പുഴുവിനും കിട്ടി. നമുക്കത് വിശദമായി നോക്കാം. ഉറുമ്പുകൾ പറയാണ്, മാമ്പഴം 4, ഞങ്ങൾ 4. 4 മാമ്പഴമാണ് നമ്മുടെ ഉറുമ്പുകൾക്ക് കിട്ടിയത്. അടുത്ത് നോക്കൂ, നമ്മുടെ അണ്ണാന്മാർ പറയുകയാണ്, മാമ്പഴം 3, ഞങ്ങൾ 3. 3 മാമ്പഴം ഞങ്ങൾക്ക് കിട്ടിയെന്നവര് പറഞ്ഞു. അടുത്ത് നോക്കൂ, പുഴു പറയുകയാണ്, എനിക്ക് 1 മാമ്പഴം കിട്ടി, മാമ്പഴം 1, ഞാൻ 1. അപ്പോ കുട്ടികൾ എന്താ പറഞ്ഞേ നോക്കൂ കൂട്ടുകാരെ, 5 മാമ്പഴം ഞങ്ങൾക്ക് കിട്ടി, മാമ്പഴം 5, ഞങ്ങൾ 5. അടുത്ത് നോക്കൂ, നമ്മുടെ കിളികൾ എന്താ പറഞ്ഞേ, 2 മാമ്പഴം ഞങ്ങൾക്ക് കിട്ടി, മാമ്പഴം 2, ഞങ്ങൾ 2. അപ്പോ ഓരോരുത്തർക്കും എത്ര വീതം കിട്ടി കൂട്ടുകാരെ? ഓരോരുത്തർക്ക് ഓരോ മാമ്പഴം വീതം കിട്ടി. നമ്മൾ 1 മുതൽ 5 വരെ എണ്ണാൻ പഠിച്ചില്ലേ? ഇനി നമുക്ക് എഴുതാൻ പഠിക്കണ്ടേ കൂട്ടുകാരെ? പഠിക്കണമല്ലേ? ഇവിടെ നോക്കൂ, ഒരു ഭാഗത്ത് ഓരോ ബോക്സുകളിലായിട്ട് കുറച്ച് പെൻസിലുകളും മറുഭാഗത്ത് എണ്ണൽ സംഖ്യകളുമാണ് ഉള്ളത്, 1 മുതൽ 5 വരെ. നമുക്ക് ഓരോ ബോക്സിലുമുള്ള പെൻസിലുകളെ എണ്ണൽ സംഖ്യയുമായി യോജിപ്പിച്ച് വരയ്ക്കണം. നമുക്ക് വരയ്ക്കാം. ആദ്യത്തെ ബോക്സിൽ എത്ര പെൻസിലുണ്ട് കൂട്ടുകാർ എണ്ണി പറഞ്ഞോളൂ. 3. അപ്പോ ചേർത്ത് വരയ്ക്കൂ. രണ്ടാമത്തെ ബോക്സിലോ 4 പെൻസിലാണ് ഉള്ളതല്ലേ? ചേർത്ത് വരച്ചോളൂ. മൂന്നാമത്തെ ബോക്സിൽ 2 പെൻസിലുകളാണ് ഉള്ളത്, ചേർത്ത് വരയ്ക്കാം. ഇനി 4ാമത്തെ ബോക്സിൽ 5 പെൻസിലുകളാണ് ഉള്ളത്, ചേർത്ത് വരച്ചാലോ. ഇനി അവസാനത്തെ ബോക്സിൽ 1 പെൻസിലേ ഉള്ളൂ. എവിടെയാണ് 1 ഇരിക്കുന്നത്? ചേർത്ത് വരയ്ക്കൂ. വരച്ചല്ലോ അല്ലേ? കൂട്ടുകാരെ എഴുതാൻ പഠിക്കണം. കൂട്ടുകാർ നോക്കൂ, 1, 2, 3, 4, 5. 1 മുതൽ 5 വരെ കൂട്ടുകാർ നോട്ട്ബുക്കിൽ എഴുതി പഠിക്കണം. എണ്ണി നോക്കൂ, സംഖ്യ എഴുതൂ. ഇവിടെ നമുക്ക് 5 ഗ്രൂപ്പുകളെ കാണാം. ഓരോ ഗ്രൂപ്പിലും 3 സാധനങ്ങൾ വെച്ചാണുള്ളത്. അപ്പോൾ അവ എത്ര എണ്ണമുണ്ടെന്ന് നമ്മൾ എണ്ണി എഴുതണം. ആദ്യത്തെ ഗ്രൂപ്പ് നോക്കൂ, അതിൽ നായയും ജിറാഫും ആനയും 1 വീതമാണുള്ളത്. അപ്പോൾ നടുവിലത്തെ കോളത്തിൽ നമ്മൾ 1 എഴുതുന്നു. രണ്ടാമത്തേത് നോക്കൂ കൂട്ടുകാരെ, പൂച്ചയും ആമയും പുഴുവുമാണുള്ളത്. അവ എത്ര എണ്ണം വീതമാണുള്ളത്? 2 എണ്ണം വീതം. അപ്പോൾ നടുക്ക് എത്രയെന്ന് എഴുതും? 2 നമ്മൾ എഴുതും. അടുത്ത് നോക്കൂ, മൂന്നാമത്തെ ഗ്രൂപ്പില് 3 കിളികളും 3 ചിത്രശലഭങ്ങളും 3 എയ്റോപ്ലെയിനുകളാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ നടുക്ക് എത്ര എണ്ണം എന്ന് എഴുതും? 3 എഴുതും. ഇനി നോക്കൂ കൂട്ടുകാരെ, 4ാമത്തെ ചിത്രത്തില് 4 പൂട്ടുകളുണ്ടല്ലേ? അതുപോലെ തന്നെ എലികളും അതുപോലെ തന്നെ മുയലുമുണ്ട്. അവ എത്ര എണ്ണം വീതമാണ്? 4 എണ്ണം. അപ്പോൾ നടുവിലത്തെ കോളത്തിൽ 4 എഴുതൂ. ഇനി നോക്കൂ 5ാമത്തെ ചിത്രം. 5ാമത്തെ ചിത്രത്തില് എത്ര താക്കോലുകളുണ്ട്? 5 എണ്ണം ഉണ്ടല്ലേ?
എത്ര തേങ്ങകളുണ്ട്? 5. അതുപോലെ തന്നെ ഓറഞ്ചും 5 ആണ്. അപ്പോൾ നടുവിലത്തെ കോളത്തിൽ നമ്മൾ എന്തെന്ന് എഴുതും? 5 എന്ന് എഴുതും. കൂട്ടുകാരെ എഴുതിയില്ലേ? അപ്പോൾ 1 മുതൽ 5 വരെ എണ്ണാനും എഴുതാനും പഠിച്ചോ? ഒത്തു നോക്കാം. സ്ലേറ്റിലുള്ള ഓരോന്നിന്റെയും എണ്ണം നോക്കുക. ഓരോന്നും അത്ര എണ്ണ അലമാരയിലുണ്ടോ? കുറവുള്ളവയ്ക്ക് നേരെ ബിനുവിന്റെ സ്ലേറ്റിൽ ഇൻഡു മാർക്ക് കൊടുക്കുക. ഇപ്പൊ നോക്കൂ കൂട്ടുകാരെ, ഇവിടെ ഒരു അലമാരയുണ്ട്, ഒരു കൂട്ടുകാരനും കൂട്ടുകാരിയുണ്ട്. കൂട്ടുകാരന്റെ പേര് ബിനു എന്നാണ്. കൂട്ടുകാരി അലമാരയിലുള്ള വസ്തുക്കളുടെ എണ്ണം എഴുതിയിരിക്കുകയാണ്. അത് തെറ്റായിട്ടുള്ളത് ബിനുവിന്റെ സ്ലേറ്റിൽ നമുക്ക് ഇൻഡു മാർക്ക് കൊടുക്കണം. നമുക്ക് കൊടുക്കാം. 5 തവി. തവി 5 ആണോ കൂട്ടുകാരെ ഉള്ളത്? അല്ല, 3 എണ്ണമേ ഉള്ളൂ. അപ്പോ വിനുവിന്റെ സ്ലേറ്റില് ഇൻഡു മാർക്ക് കൊടുക്കണം. കൂട്ടുകാർ കൊടുത്തോ? കൊടുത്തു. അടുത്ത് നോക്കൂ, 5 ഗ്ലാസ്. ശരിയല്ലേ? 5 ഗ്ലാസ് ആണ് ഉള്ളത്. അടുത്ത് 1 കലം. ശരിയല്ലേ? ശരിയാണ്. 3 കപ്പ്. തെറ്റാണ് അല്ലേ കൂട്ടുകാരെ? കപ്പ് 2 എണ്ണമല്ലേ ഉള്ളൂ. അപ്പോ വിനുവിന്റെ സ്ലേറ്റില് ഇൻഡു മാർക്ക് കൊടുത്തോളൂ. കൊടുത്തോ? ഇനി നോക്കൂ, 1 പാത്രം. പാത്രം 1 ആണോ ഉള്ളത്? അല്ല, വിനുവിന്റെ സ്ലേറ്റില് ഇൻഡു മാർക്ക് കൊടുത്തോളൂ കൂട്ടുകാരെ. കൊടുത്തോ? ഇനി ഒന്നുകൂടെ നമുക്ക് എണ്ണി നോക്കാം. അലമാരയിലുള്ളവ എത്ര? തവി എത്ര എണ്ണമാണുള്ളത് കൂട്ടുകാരെ? 3 എണ്ണം. ഗ്ലാസോ? 5 എണ്ണം. കലം 1 ആണ്. കപ്പ് 2 എണ്ണം. പാത്രം 2 എണ്ണം. കൂട്ടുകാരെ എണ്ണി നോക്കുമോ? എണ്ണം എഴുതാം. നമ്മുടെ പാഠപുസ്തകത്തിലെ അവസാനത്തെ ആക്ടിവിറ്റിയാണ്. അപ്പൊ നമുക്ക് എണ്ണി എഴുതിയാലോ? കൂട്ടുകാർക്ക് നക്ഷത്രം ഇഷ്ടമല്ലേ? രാത്രികാലങ്ങളിൽ കൂട്ടുകാർ നക്ഷത്രം എണ്ണാറില്ലേ? ഇവിടുത്തെ നക്ഷത്രങ്ങൾ എണ്ണി നോക്കൂ. എത്ര എണ്ണമാണെന്ന് തൊട്ടടുത്ത ബോക്സിൽ എഴുതുകയും വേണം. അപ്പൊ നോക്കൂ, എണ്ണു. 1, 2, 3, 4, 5. എത്ര എണ്ണമാണുള്ളത്? ഇവിടെ എഴുതൂ. 5. ഇനി റോസാപ്പൂക്കളോ? എണ്ണി നോക്കൂ കൂട്ടുകാരെ. അതെ, 4 എണ്ണമാണുള്ളതല്ലേ? തൊട്ടടുത്ത ബോക്സിൽ എഴുതൂ. ഇനി നോക്കൂ, വാട്ടർ ബോട്ടിൽ. നല്ല ഭംഗിയുള്ള വാട്ടർ ബോട്ടിൽ. അപ്പൊ എത്ര എണ്ണമുണ്ട്? 2 എണ്ണമാണുള്ളത്. ബോക്സിൽ എഴുതൂ. ഇനി നോക്കൂ, കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് ഉണ്ട് ഇവിടെ. എത്ര എണ്ണമാണ് ബിസ്ക്കറ്റ് ഉള്ളത്? 3 എണ്ണമാണുള്ളതല്ലേ? ഇവിടെ എഴുതിക്കോളൂ 3. ഇനി നോക്കൂ, പപ്പങ്ങ എത്ര എണ്ണം ഉണ്ട് കൂട്ടുകാരെ? 1 ഉള്ളൂ. അപ്പോ ഈ ബോക്സിൽ എഴുതിക്കോളൂ 1. എഴുതിയോ? ഇപ്പൊ കൂട്ടുകാരെ, ഇന്നത്തെ പാഠഭാഗങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായോ? 1 മുതൽ 5 വരെ എഴുതാനും എണ്ണാനും ഒക്കെ പഠിച്ചില്ലേ? കൂട്ടുകാർക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.